ഫിലിം ഗാരേജിന്റെ ഈ മെയ് മാസത്തിലെ വൻ വിജയം നേടിയെടുത്ത ഗുരുവായൂർ അമ്പലനടയിൽ ഞായറാഴ്ച ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് ബേസൽ ജോസഫ് കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തി വൻ താരനിര ഭാഗമായ ഗുരുവായൂർ അമ്പലനടയിൽ മൂന്നാമത്തെ ഞായറാഴ്ച തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഇന്നിപ്പോഴത്തെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ചൊരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 64 ലക്ഷത്തിന് മുകളിലായിരുന്നു ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എങ്കിൽ ഇന്നത് 1,06,00,000 മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് വീണ്ടും കേരളത്തിൽ 2 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതകൾ കേരളത്തിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് അങ്ങനെയെങ്കിൽ 42 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുന്നതാണ്. 50 കോടി കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത ഇപ്പോഴും സിനിമ നിലനിർത്തുന്നു എന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ 83-85 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ആടുജീവിതം കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-20 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ അതിൽ ഏകദേശം 4 കോടിയിലേറെ ഗുരുവായൂർ അമ്പലം സെറ്റിന് മാത്രം ചെലവായ ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കുമ്പോൾ നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തും എന്നറിയാനായിട്ട്. 90 കോടിയിലേറെ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും സിനിമയ്ക്കുണ്ട്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.